ഒരുപാട് സീരീസുകൾ കാണുമ്പോൾ അതിലെല്ലാം ഒന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കില്ല. അത് കാണുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യും. അതിൻ്റെ ഒരു ചില ക്യാരക്ടേഴ്സും ചില സിറ്റുവേഷൻസൊക്കെ അല്ലെങ്കിൽ ചില സീനുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അത് പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ വിട്ടു. പക്ഷേ ചില സീരീസ് ഉണ്ട്, അതിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ചിലപ്പോൾ അതിന് വേൾഡ് ബിൽഡിംഗ് കൊണ്ടായിരിക്കാം, അതിലെ ക്യാരക്ടേഴ്സ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിലെ പർട്ടിക്കുലർ സീക്വൻസുകൾ കൊണ്ടായിരിക്കാം നമ്മൾ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. ആ ഒരു വേൾഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് ഒരു വട്ടം കൂടി നമുക്കത് പോകണം, ഒന്നും കൂടി ഒന്ന് ബിഞ്ച് വാച്ച് ചെയ്യണമെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന കുറച്ച് സീരീസുകൾ എണ്ണി പറയാൻ പറ്റുന്ന വളരെ ചുരുക്കമുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസോ വൈക്കിങ്സോ ലോസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ പ്രിസൺ ബ്രേക്കോ അങ്ങനത്തെ കുറച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സീരീസുകൾ. അത്തരത്തിൽ എൻ്റെ മനസ്സിൽ പേഴ്സണലി എനിക്ക് എപ്പോഴും തങ്ങി നിൽക്കുന്ന കുറേ ഇഷ്ടപ്പെട്ട കുറേ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സീരീസുകളിൽ ഒന്നാണ് ബാൻഷി. ആ ഒരു ടൗൺ ഉണ്ട്, ബാൻഷി എന്നൊരു ടൗണിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സീരീസ് മുഴുവൻ. ഐ തിങ്ക് ഇത് വളരെ അൺറൈറ്റഡ് ആയിട്ടുള്ളൊരു സീരീസ് ആയിട്ട് എനിക്ക് തോന്നി. നമുക്ക് ആക്ഷൻ എന്നൊരു ജോണറിൽ ഒരുപാട് സിനിമകളുണ്ട്, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു ലോഡ് പടങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു ആക്ഷൻ പടം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോഡ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് സിനിമകളുണ്ടാവും. പക്ഷേ സീരീസുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ആക്ഷൻ സീരീസുകൾ ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്ന മാത്രമേ നല്ലതുള്ളൂ. ഒരുപാട് എണ്ണ ഉണ്ടെങ്കിലും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള നല്ല കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള സാധനം, വെറുതെ ആക്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ വെറുതെ വയലൻസ് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള സീരീസുകളല്ല, നല്ല പ്രോപ്പറായിട്ടുള്ള സ്റ്റോറി ലൈനും കൂടിയുള്ള സീരീസുകൾ വളരെ ചുരുക്കമുള്ളൂ. അതിലൊന്നാണ് ബാൻഷി എന്ന് പറയാം. വൺ ഓഫ് ദി മോസ്റ്റ് അണ്ടർറേറ്റഡ് ആൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ സീരീസ് എവർ എന്ന് പറയാം. വെറും 4 സീസണുകൾ, അറൗണ്ട് ഒരു 38-40 ഒരു 38 എപ്പിസോഡൊക്കെ ഉള്ളൂ. പക്ഷെ ആ ഒരു മിനിമൽ ടൈം കൊണ്ട് ബാക്കിയുള്ള ചില സീരീസുകളൊക്കെ ചിലപ്പോൾ ഇപ്പോൾ പ്രിസൺ ബ്രേക്കൊക്കെ എൻ്റെ ഓർമ്മയിൽ ആക്ഷൻ അല്ലെങ്കിലും ഒരു 100-120 എപ്പിസോഡുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 90-100ൻ്റെ അടുത്തൊക്കെ. ഇപ്പോൾ ലോസ്റ്റൊക്കെ എടുത്താൽ അതുകൊണ്ട് ഒരു 100-150 എപ്പിസോഡ്. അങ്ങനത്തെ ചില സീരീസുകൾ ഒരുപാട് ടൈം എടുത്ത് ആ ഒരു ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുമെങ്കിൽ, ചില സീരീസുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പ്രത്യേക മാജിക് ഉണ്ട്, ഒരു പ്രത്യേക അടുപ്പം നമുക്ക് ആ ക്യാരക്ടേഴ്സിനോട് തോന്നും. നമുക്ക് അവരുടെ പേര് പോലും നമ്മൾ മറക്കില്ല. അത്തരത്തിലുള്ളൊരു ക്യാരക്ടറാണ് ഇതിൽ ലൂക്കാസ് വുഡ്. നമ്മളിപ്പോൾ പലരും ബോയ്സിലെ ഹോംലാൻഡർ ആയിട്ടായിരിക്കും ആൻ്റണി സ്റ്റാറിന് പരിചയം. എനിക്ക് പക്ഷേ ആ ബോയ്സ് കാണുമ്പോൾ ഈ ചങ്ങായിനെ വേറെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് തിരിച്ച് ആലോചിച്ച് നോക്കുമ്പോഴായിരുന്നു ഈ ക്ലീൻ ഷേവ് അടിച്ച ഹോംലാൻഡറിനല്ല, താടി വെച്ച മുടി പറ്റടിച്ച പഴയ ലൂക്കാസ് വുഡ് എന്നൊരു ക്യാരക്ടറിനെ ബാൻഷി ടൗണിലേക്ക് വന്ന ഒരു ഷെറിഫായിട്ടുള്ളൊരു ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടറിൻ്റെ കഥ ആണ് ഈ സീരീസ് മുഴുവനായിട്ട് കാണിച്ചു തരുന്നത്. ഒരു 15 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങുന്ന ലൂക്കാസ് വുഡ് എന്ന ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിൻ്റെ പേരേ അതല്ല, എന്താണെന്ന് പോലും പറയില്ല. തൻ്റെ ഗേൾ ഫ്രണ്ടിനെ അന്വേഷിച്ച് ബാൻഷി എന്ന ടൗണിലേക്ക് വരികയാണ്. പക്ഷേ ഈ ടൗണിൽ എത്തിയപ്പോഴാണ് ഈ ഇത്രയും ഗ്യാപ്പ് വന്നപ്പോൾ ആ ഒരു ഗേൾ ഫ്രണ്ട് വേറെ ആൾ കല്യാണം കഴിച്ചു, അവർക്ക് ഇപ്പോൾ 2 മക്കളുമുണ്ട്. സോ അങ്ങനെ ഒരു മാരീഡ് ആയിട്ടുള്ള വേറൊരു സെപ്പറേറ്റ് ലൈഫിലാണ് ആ ഒരു ക്യാരക്ടർ പോകുന്നത് മനസ്സിലാക്കി ആ ടൗണിൽ നിന്നും തിരിച്ചു വരാനിരിക്കുന്ന വഴി ആ ടൗണിൽ തന്നെയുള്ള ഒരു ബാറിൽ കയറി ഒന്ന് വെള്ളടിക്കുന്ന ടൈമിൽ ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നു. അവിടേക്ക് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ടൗണിലേക്ക് പുതിയതായിട്ട് ഡെപ്യൂട്ടി അല്ലെങ്കിൽ ഷെറിഫായിട്ട് ചാർജ് എടുക്കാൻ വരുന്ന പുതിയൊരു പോലീസുകാരൻ, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ആ ഒരു ക്യാരക്ടർ മരിക്കുമ്പോൾ ആ ആളുടെ ഐഡൻറ്റിറ്റി ഈ പറയുന്ന ഒരു ക്യാരക്ടർ, നമ്മുടെ ലൂക്കാസ് വുഡ് എന്ന ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ക്യാരക്ടർ നമ്മുടെ ഈ മെയിൻ പ്രോട്ടഗണിസ്റ്റ് ക്യാരക്ടർ ഏറ്റെടുക്കുക. പിന്നീട് അങ്ങോട്ട് ഒറ്റ രാത്രി കൊണ്ട് ആ ടൗണിലെ പോലീസ് ഓഫീസർ തന്നെയായിട്ട് മാറിയ ഈ ഒരു ക്യാരക്ടർ എന്തൊക്കെ കോൺഫ്ലിക്റ്റുകൾ നേരിടും എന്നുള്ളതാണ് ഈ സീരീസ് നമുക്ക് കാണിച്ചു തരാം. ഇത്ര സിമ്പിളായിട്ട് ഈ സീരീസിനെ പറ്റി അറിയാത്തവർക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ പൂരത്തിന് കൊടിയേറിയ ആ ഒരു സെറ്റപ്പാണ്. കാരണം ആ ടൗണിൽ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ അതൊക്കെ തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒരു ഓവർ ദി ടോപ്പ് ആക്ഷൻ സീക്വൻസുകളോ അല്ലെങ്കിൽ ഓവർ ദി ടോപ്പ് ആയിട്ടുള്ള ഒന്നുമില്ല. അതായത് ഇപ്പോൾ ഒരു മെഷീൻ ഗണ്ണെടുത്ത് വെടിവെക്കുക അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പറന്നു വരിക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലെങ്കിലും വാക്കാൻ മാസം എന്ന് പറഞ്ഞാൽ മരണമാസ സാധനങ്ങളാണ്. റിയലിസ്റ്റിക്കിൻ്റെ അങ്ങേ അറ്റം ഈ സീരീസിൽ പിടിക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ വന്നു പോകുന്ന ക്യാരക്ടേഴ്സൊക്കെ തന്നെ മാസ്സായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അതിപ്പോൾ ഈ മെയിനായിട്ടുള്ള പ്രോട്ടഗോണിസ്റ്റ് മാത്രമല്ല, ആൻറ്റഗോണിസ്റ്റുകൾ ഒരുപാടുണ്ട്. സൈഡ് കിക്ക് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ഒരു മെയിൻ പ്രോട്ടഗോണിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആൻറ്റി ഹീറോ സെറ്റപ്പിലുള്ളതോ അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് ഈ സീരീസിലുണ്ട്. ആ ഒരു ടൗണ് തന്നെ നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ടൗണിൽ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോലീസ് ഓഫീസേഴ്സ് ഒരു ചെറിയ ടൗണിൽ, ലോകത്തുള്ള ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും ആ ടൗണിൽ വരുന്നുണ്ട് താനും. അതിനൊക്കെ തന്നെ ഇവരെല്ലാവരും കൂടി എങ്ങനെയായിരിക്കും പരിഹരിക്കുക എന്നുള്ളതാണ് സീരീസിൽ കാണിച്ചു തരുന്നത്. ഒരുപാട് നല്ല ഗംഭീര കോൺഫ്ലിക്റ്റുകൾ വരും. അവർ ഓരോ കോൺഫ്ലിക്റ്റും ഓരോ സീസണായിട്ടില്ല, ഒരു ചിലപ്പോൾ 2-3 എപ്പിസോഡുകളിലേക്ക് ഒന്ന് വരും. പക്ഷെ അതിൻ്റെ കണ്ടിന്യൂഷനോ അല്ലെങ്കിൽ അതിൻ്റെ പാസ്റ്റൊക്കെ തന്നെ സീരീസിൽ ഇങ്ങനെ ഹോണ്ട് ചെയ്ത് പോകുന്നുണ്ടാവും. സോ എല്ലാം ഇന്റർ കണക്ട് ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് ഇങ്ങനെ ചെയിനായിട്ട് കഥ പറഞ്ഞു പോകുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകളുള്ള സീരീസാണ്. എനിക്ക് പറഞ്ഞ പോലെ ആക്ഷന് വേണ്ടി മാത്രം വേണമെങ്കിൽ ഈ സീരീസ് കാണാം. വെറുതെ കുത്തിക്കയറ്റി വരുന്ന ആക്ഷൻ അല്ല, അതിനൊരു പർട്ടിക്കുലർ മോട്ടീവ് ഉണ്ടാവും, അതിലേക്കൊരു ബിൽഡപ്പ് ഉണ്ട്. ഓരോ ആക്ഷൻ സീക്വൻസുകളിലേക്ക് അവർ വളരെ ശ്രദ്ധിച്ചു കൊടുക്കുന്ന ആ ഒരു ടെറൈനും ആ ഒരു സിറ്റുവേഷനും ഒക്കെ ഉള്ള അവരെല്ലാം കൂടി കലർന്നു വരുന്നൊരു സെറ്റപ്പ് ഉണ്ട്. ചിലപ്പോൾ സമയത്ത് ഭയങ്കര റിവെഞ്ച് ഫീൽഡ് ആയിട്ടായിരിക്കാം,
അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സമയത്തിന് ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ മെയിൻ പ്രോട്ടോഗോണിസ്റ്റ് ക്യാരക്ടറിന് രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ മെയിൻ വില്ലൻ ക്യാരക്ടറിന് വേറെ എന്തെങ്കിലും ഇഷ്യൂ വരുന്ന ഒരു ഇവന്റ് ആയിരിക്കാം. അങ്ങനെ ആക്ഷന് വേണ്ടിയിട്ടുള്ള ആ സിറ്റുവേഷൻസ് ഒക്കെ തന്നെ ഇരുന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ആ ആക്ഷൻ സീക്വൻസുകളും അടിപൊളിയാണ്, നല്ല ബ്രൂട്ടൽ വയലൻസ് കാണിക്കുന്നുണ്ട്. സോ വയലന്റ് ആയിട്ടുള്ള സീരീസുകളും സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കാണ് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ കൂടിയാണ് ബാൻഷി. ആൻഡ് അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒന്നാണ്, ഇത് സ്ട്രിക്ട്ലി 18+ കണ്ടന്റ് ആണ്. ഈ പറയുന്ന പോലെ വയലൻസ് കണ്ടന്റ് ഉണ്ട്, ഇതേപോലെ തന്നെ ന്യൂഡിറ്റി ഉണ്ട് സീരീസിൽ, ഒരുപാട് സെക്സ് സീനുകളുണ്ട്. ഒരു പക്ഷേ ബാൻഷിയുടെ ഏക പോരായ്മ എന്ന് പറയാൻ പറ്റുന്നത് ഓവർ ന്യൂഡിറ്റി ആയിരിക്കും. ചില സീരീസുകളൊക്കെ അത് ആവശ്യമായിട്ട് കാണിക്കാറുണ്ട്. പക്ഷെ ഇത് ആവശ്യത്തിൽ കൂടുതലല്ലേ എന്ന് നമ്മൾ പലപ്പോഴും പലരും നമുക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന രീതിയിലാണ് ചില സീക്വൻസുകളൊക്കെ കൊണ്ടുവയ്ക്കാറ്. എങ്കിലും അതൊരു പ്രശ്നമായിട്ട് എവിടെയും പറയാറില്ല, അത് കാണാൻ ഇരിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷേ അത് കാണാൻ വേണ്ടിയിട്ട് ഈ സീരീസ് കാണരുത്, അല്ലെങ്കിൽ ന്യൂഡിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും ഈ സീരീസ് കാണരുത്. കാരണം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഈ സീരീസിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ആക്ഷൻ സീക്വൻസുകളാണ്. ആൻഡ് ആ സാധനം ആക്ഷനുള്ളത് ഒരു ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല കിടിലൻ സെറ്റ് പീസസ് ഉണ്ട് ചില ക്യാരക്ടേഴ്സിന്റെ. ഞാൻ ഈ പറഞ്ഞ പോലെ മെയിൻ പ്രോട്ടോഗോണിസ്റ്റ് മാത്രമല്ല, ആ ടൗണിലുള്ള ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഫൈറ്റ് ചെയ്യും. ഈവൺ ഇതിൽ വരുന്ന ലേഡി ക്യാരക്ടേഴ്സ് വരെ ഫൈറ്റ് ചെയ്യും. ആൻഡ് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ സീരീസിലുണ്ട്, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില റിലേഷൻഷിപ്പും ചില ലവ് ട്രാക്കൊക്കെ തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരിക്കും. അതൊക്കെ വന്നു പോകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ. സോ ലൂക്കസ് വുഡും അനസ്തേഷ്യയും ഷിയോബാനും കൈ പ്രോക്ടറും ഷുഗർ ജോബൊക്കെ തന്നെ ബാൻഷി എന്ന ടൗണിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ ക്യാരക്ടേഴ്സാണ്. നമുക്ക് പിന്നെ അവർ ടൗണിലേക്ക് എത്തിയാൽ അവർ അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള നമ്മളൊന്നും കൂടി കാണാൻ പോകുമ്പോൾ ഈ ക്യാരക്ടേഴ്സിനാണ് കാണാൻ പോകുന്നത് എന്നുള്ള ആ ഒരു രസം ഉണ്ടല്ലോ, അത് നമുക്ക് അപ്പോഴും ഉണ്ടാവും. ഇതിൽ ജോബ് എന്ന ക്യാരക്ടറൊക്കെ പൊളി. പറയാൻ വിട്ടുപോയ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സിലൊന്ന് ലില്ലി സിമൺസിൻ്റെ റെബേക്ക ബോമൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ. സോ ഇതേപോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉള്ള അവരൊക്കെ തന്നെ ഇറങ്ങുന്ന ഒരു ഫിക്ഷണൽ ടൗൺ, അവിടേക്ക് നമ്മൾ എത്തിച്ച് അവരുടെ കഥ പറഞ്ഞ് അത് പ്രോപ്പറായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ച്. ഇപ്പൊ ഈവൺ ഈ സീരീസ് തീർന്ന് തന്നെ എങ്ങനെയാണ് അവർ തുടങ്ങിയത് അതേപോലെ തന്നെ ഒരു ബൈക്കും കൊണ്ട് അവർ ടൗണിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് പോലെ തന്നെ ആ ബൈക്കും കൊണ്ട് തിരിച്ചിറങ്ങി വരുന്ന ആ ഒരു സെറ്റപ്പിലേക്ക് പോയിട്ട് 4 സീസൺ കൊണ്ട് മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു സീരീസ് ആയിരിക്കും ബാൻഷി എന്ന സീരീസ്. ഞാൻ ഈ പറഞ്ഞ പോലെ അപ്പാർട്ട് ഫ്രം എവറിത്തിങ് ആക്ഷന് വേണ്ടി മാത്രം കാണണം എന്നുള്ളവർക്കും ഈ സീരീസ് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാം. ഞാൻ ആക്ഷൻ കേന്ദ്രീകരിച്ചാണ് ഈ സീരീസ് കണ്ടത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ആക്ഷൻ്റെ അത്രയും തന്നെ ഇമോഷണലി കണക്ട് ആക്കുന്ന കുറേ ക്യാരക്ടേഴ്സും കൂടി നൽകി ഈ സീരീസിന് പറ്റി. ചില സാധനങ്ങളൊക്കെ നമ്മൾ സീരീസുകൾ കാണുന്നുണ്ടെങ്കിലും അതിലെ ആക്ഷൻ സീക്വൻസുകൾ ചിലപ്പോൾ അടി വാങ്ങാൻ വേണ്ടിയിട്ടേ കുറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ടോ, ഇതിലെ മെയിൻ ക്യാരക്ടർ മാത്രമായിരിക്കും ചിലപ്പോൾ ഫൈറ്റ് ചെയ്യുക. സോ അങ്ങനെ ആ ഒരു ക്യാരക്ടറിൻ്റെ എലിവേഷൻ മാത്രമാണെങ്കിൽ ഇതിന് അങ്ങനെയല്ല. വന്നവരും നിന്നവരും പോയവരും എല്ലാം തന്നെ മാസ് കാണിച്ച് പോയി എന്ന് പറയില്ല, ആ ഒരു പരിപാടിയാണ്. വേറെ എല്ലാവർക്കും അതിനുള്ള സാധനം കൊടുത്തിട്ടുണ്ട്, ഇതാണ് വേണ്ടത്, ഇത് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം. പൊളി സാധനമാണ്, തീർച്ചയായിട്ടും കണ്ടുപോക്കുക. ഒരു അണ്ടർ റേറ്റഡ് ഐറ്റമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തു പറയാൻ കാരണം. ഓൾറെഡി ഇതിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ ഓൾറെഡി പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ബാൻഷി കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോക്കുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ കണ്ടില്ലെങ്കിൽ മിസ്സാക്കുക. ആൻഡ് സ്ട്രിക്ട്ലി ഇതിൽ 18+ സീരീസാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് 18+ കണ്ടന്റുകൾ സീരീസിലുണ്ട്. സോ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ ബാൻഷിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.